അതെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ ചേർത്ത് ഞാനൊരു നോവലോ അല്ലെങ്കിൽ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പേര് 101 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ് എന്നായിരിക്കും. എനിക്ക് 101 ഒതുങ്ങില്ല, പക്ഷെ ഒരു ഓളത്തിൽ ആ പേരിടാമെന്ന് ഞാൻ കരുതും. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് വല്ല ഇത് ജന്മനാ ഉള്ളൊരു കഴിവാണോ അതോ തലവരെ അങ്ങനെ ആയിപ്പോയിട്ടാണോ എന്താണെന്നറിയില്ല. എനിക്ക് മാത്രം ഇത്രയും അബദ്ധങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഞാൻ കരുതിയാൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, എന്നെക്കാൾ അബദ്ധങ്ങൾ നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് ഷെയർ ചെയ്യൂ. അപ്പോൾ എനിക്കൊരു സമാധാനം. എനിക്ക് സംഭവിച്ച അബദ്ധങ്ങളിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നാടകത്തിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്നുള്ള ആ ഒരു സെലക്ഷൻ കഴിഞ്ഞ് നമുക്കിനി നെക്സ്റ്റ് സബ് ജില്ലയാണ് വരുന്നത്. അപ്പോൾ സബ് ജില്ലയിൽ ഇങ്ങനെ നമ്മൾ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സീൻ ബൈ സീനായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഒരു സീൻ കഴിഞ്ഞ് ഇനിയിപ്പം അടുത്ത സീൻ എനിക്ക് കുറേ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ കരുതി ഇത്രയും നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാം. നമ്മൾ നോക്കുമ്പോൾ സ്റ്റേജിൻ്റെ സൈഡിൽ ഒരു ചെയർ കിടക്കും. അപ്പോൾ ഞാൻ കരുതി കുറച്ച് നേരം അവിടെ പോയി ഇരിക്കാം, കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാം. അവിടെ പോയി ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ പോയി ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ 2 കാലുകൾ സ്റ്റേജിന് പുറത്തോട്ടായിരുന്നു. സ്റ്റേജിന് ഏകദേശം അന്ന് ഞാൻ ഇച്ചിരി ചെറുതാണ്, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കില്ല. അപ്പോൾ എന്നെക്കാളും ഒരു 1.5 അടി ഉയരമുള്ള ഒരു സ്റ്റേജ്. അതിൽ പുതക്കൂന്ന് പറഞ്ഞ് താഴോട്ടേക്ക് വീഴുകയാണ്. സത്യം പറഞ്ഞാൽ വീണത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വീഴുന്നു, ഞാൻ ബാക്ക് സ്റ്റേജിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നു, അവൻ എന്നെ പിടിച്ച് വലിച്ച് മുകളിലേക്ക് കയറ്റും. അങ്ങനെ അതൊരു റിഫ്ലക്റ്റ് ആക്ഷൻ പോലെ. ഞാൻ അങ്ങോട്ട് നോക്കില്ല, ഇങ്ങോട്ട് നോക്കില്ല, വീണെടുക്കുന്നത് എവിടെയാണ് വീണതെന്ന് പോലും ഞാൻ നോക്കില്ല. അപ്പം തന്നെ അവൻ എന്നെ പിടിച്ച് വലിച്ചേറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സീൻ തുടങ്ങി. നെക്സ്റ്റ് സീനിലുള്ള ടൈമായി. അങ്ങനെ ഞാൻ വേഗം പോയി. അപ്പോൾ അടുത്ത സീൻ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഇരുന്ന് കരയുന്നൊരു സീനായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് അഭിനയിക്കേണ്ടി വന്നില്ല. കാരണം വീണപ്പം നല്ല അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഇതവരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇരുന്ന് കരഞ്ഞു. അങ്ങനെ നല്ല നാടകമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്ന് അയ്യോ മോളെ എന്ത് പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേരൊക്കെ ആശ്വസിപ്പിച്ചു. പക്ഷേ ഞാൻ ആ ഒരു ചമ്മിനറിയാൻ അവസ്ഥയായിരുന്നു. ഞാൻ നേരെ വീണത് സ്റ്റേജിൻ്റെ സൈഡിലായിരുന്നു. കുറച്ച് പേരൊക്കെ കണ്ടു, കുറച്ച് ആൺപിള്ളേരൊക്കെ കണ്ടു. അതാണ് എനിക്ക് ഏറ്റവും വിഷമമായത്. അങ്ങനെ അതവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി, ജില്ലയിലേക്ക് സെലക്ട് ചെയ്തു.